ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ചതുർദശോധ്യായം. ഇതിൻ്റെ സംഗ്രഹം: വേനൻ്റെ ദുർഭരണം. രക്ഷിക്കാൻ രാജാവില്ലെങ്കിൽ ജനങ്ങൾ ധർമാധർമ്മ ചിന്തയില്ലാതെ മൃഗപ്രായന്മാരായിത്തീരും. അതിനാൽ ഭൃഗു മുതലായ മഹർഷിമാർ വേനൻ്റെ അമ്മയുടെ അനുവാദത്തോടെ അദ്ദേഹത്തെ രാജാവായി അഭിഷേകം ചെയ്തു. ദുഷ്ടനായ വേനൻ രാജാവാകുന്നത് പ്രജകൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. രാജ്യം അരാജകമായി തീരാതിരിക്കാൻ വേനനെ രാജാവാക്കുകയേ നിർവാഹമുള്ളൂ. വേനൻ കഠിന ശിക്ഷ നൽകുന്നവനാണ്. അതിനാൽ അദ്ദേഹം രാജാവായി തീർന്ന ഉടനെ കള്ളന്മാർ ഭയപ്പെട്ട് ഓടിപ്പോയി പല ഒളിസങ്കേതങ്ങളിൽ താമസിച്ചു. സ്വതേ അത്യന്തം അഹങ്കാരിയായിരിക്കുന്ന വേനൻ അഷ്ടദിക്പാലന്മാരുടെ ഐശ്വര്യത്തോടെ രാജാവായി തീർന്നപ്പോൾ കൂടുതൽ ഗർവിഷ്ഠനായി. മഹാത്മാക്കളെപ്പോലും അപമാനിക്കാൻ തുടങ്ങി. നിയന്ത്രണം വിട്ട മതയാനയെപ്പോലെ ദിക്കുകളെ വിറപ്പിച്ചുകൊണ്ട് വേനൻ തേരിൽ സഞ്ചരിച്ചു. ബ്രാഹ്മണരെ, നിങ്ങൾ ഒരിക്കലും യാഗം ചെയ്യരുത്, ദാനം ചെയ്യരുത്, ഹോമം ചെയ്യരുത് എന്ന് പെരുമ്പറയടിച്ച് എല്ലാ ദിക്കിലും അറിയിച്ചു. അങ്ങനെ രാജ്യത്ത് ധർമ്മത്തെ നിശേഷം മുടക്കി. ദുസ്വഭാവിയായിരിക്കുന്ന വേനൻ്റെ ആ പ്രവൃത്തികളെപ്പറ്റി മഹർഷിമാർ ഒരു ദിക്കിൽ കൂടിച്ചേർന്ന് പരസ്പരം ആലോചിച്ചു. തീക്കൊള്ളിയുടെ രണ്ടറ്റവും കത്തിയാലെന്ന പോലെ ലോകത്തിന് രണ്ട് ഭാഗത്തു നിന്നും ദുഃഖമാണല്ലോ വന്നുവിട്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ധർമ്മത്തെ നിഷേധിക്കുന്ന രാജാവ്, മറുവശത്ത് കൊള്ളയടിക്കാൻ ലാക്കുനോക്കുന്ന കള്ളന്മാർ. ഇവരുടെ ഇടയിൽപ്പെട്ട ജനങ്ങൾ വലയുകയേ ഉള്ളൂ. രാജാവില്ലാതെ വന്നാലത്തെ ദോഷത്തെ വിചാരിച്ചാണ് നമ്മൾ അർഹതയില്ലാത്തവനെങ്കിലും ഈ വേനനെ രാജാവാക്കി വാഴിച്ചത്. അത് കൂടുതൽ ഉപദ്രവകരമായി തീരുകയാണല്ലോ ഉണ്ടായത്. പാമ്പിന് പാൽ കൊടുത്ത് പോറ്റുന്നത് അനർത്ഥമാണ്. അതുപോലെയാണ് വേനനെ രാജാവാക്കി തീർത്ത നമ്മുടെ അനുഭവം. വേനൻ സ്വതേ ദുഷ്ടനാണ്. രാജാവായി തീർന്നതോടെ കൂടുതൽ ദുഷ്ടനായി. ധർമ്മത്തെ നിഷേധിച്ചു പ്രജകളെ നശിപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. എങ്കിലും അവനെ ഒന്ന് പറഞ്ഞു നന്നാക്കാൻ ശ്രമിക്കാം. ദുഷ്ടനാണെന്ന് അറിഞ്ഞുകൊണ്ടും നമ്മളാണല്ലോ അവനെ ആ രാജാവാക്കി വാഴിച്ചത്. വേനനെ ഗുണദോഷിച്ച് നന്നാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ അവൻ ചെയ്യുന്ന പാപം നമ്മളെയും ബാധിക്കും. ഹിതോപദേശം അനുസരിക്കുന്നില്ലെങ്കിൽ അവനെ നമ്മുടെ ശാപാഗ്നിയിൽ ദഹിപ്പിക്കാം. ധർമ്മത്തെ നിഷേധിച്ചതിനാൽ അവൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ നിശ്ചയിച്ച് ആ കോപത്തെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആ മഹർഷിമാർ വേനനെ സമീപിച്ചു. നല്ല വാക്കുകളാൽ അനുനയിപ്പിച്ച് പറഞ്ഞു: രാജാവേ, ഞങ്ങൾ പറയുന്നത് അങ്ങ് ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങയുടെ ആയുസ്സും സമ്പത്തും ബലവും കീർത്തിയും വർദ്ധിക്കാനുള്ള ഒരു ഉപദേശമാണ് ഞങ്ങൾ തരുന്നത്. ശരീരം, വാക്ക്, മനസ്സ്, ബുദ്ധി ഇവ കൊണ്ട് ധർമ്മം ആചരിച്ചാൽ മരണശേഷം പുണ്യലോകങ്ങൾ കിട്ടും. ഫലത്തെ ആഗ്രഹിക്കാതെ നിഷ്കാമമായി ധർമാചരണം ചെയ്യുന്നവർക്ക് മനഃശുദ്ധി വന്ന് ജ്ഞാനത്തിലൂടെ മുക്തരാവാനും കഴിയും. അങ്ങനെ പ്രജകൾക്ക് സ്വർഗത്തെയും മോക്ഷത്തെയും സാധിപ്പിക്കുന്ന ധർമ്മം നശിക്കാനിടവരരുത്. പ്രജകളുടെ ധർമ്മം നഷ്ടപ്പെട്ടാൽ രാജാവ് ഐശ്വര്യത്തിൽ നിന്നും ഭ്രഷ്ടനായിത്തീരും. ദുഷ്ടമന്ത്രിമാരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും പ്രജകളെ രക്ഷിക്കുകയും ഉചിതമായ നികുതി വാങ്ങുകയും ചെയ്യുന്ന രാജാവ് ഈ ലോകത്തിലും പരലോകത്തിലും സുഖിയായിത്തീരും. യജ്ഞപുരുഷനായ ഭഗവാനെ വർണ്ണാശ്രമധർമ്മങ്ങളിലൂടെ ആരാധിക്കുന്ന പ്രജകളുടെ രാജാവിനോട് ഭഗവാൻ സന്തോഷിക്കും. സർവേശ്വരനായ ഭഗവാൻ സന്തോഷിച്ചാൽ എന്തൊന്നാണ് അലഭ്യമായിട്ടുള്ളത്? 14 ലോകങ്ങളും ലോകപാലന്മാരും ഭഗവാന് ഉപഹാരത്തെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാ ലോകങ്ങളെയും യജ്ഞങ്ങളെയും നിയന്ത്രിക്കുന്നവനും വേദസ്വരൂപനുമാണ് അവിടുന്ന്. ആ ഭഗവാനെ യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കാൻ അങ്ങ് സ്വന്തം പ്രജകളെ അനുകൂലിക്കുകയാണ് വേണ്ടത്. അങ്ങയുടെ രാജ്യത്ത് ബ്രാഹ്മണർ യജ്ഞങ്ങളെ കൊണ്ട് യജ്ഞേശ്വരനായ ഭഗവാനെ ആരാധിച്ചാൽ ദേവന്മാർ സന്തോഷിച്ച് അങ്ങയുടെ പ്രജകളുടെ സർവാഭീഷ്ടങ്ങളും സാധിപ്പിച്ചു തരും. യജ്ഞങ്ങളെ നിഷേധിക്കലിലൂടെ അങ്ങ് ദേവന്മാരെ അപമാനിക്കരുത്. ഉപദേശം കേട്ട വേനൻ മുനിമാരോട് ധിക്കാരത്തോടെ മറുപടി പറഞ്ഞു: അധർമ്മത്തെ ധർമ്മമായി കാണുന്ന നിങ്ങൾ ഇത്ര വിവരം കെട്ടവരായി തീർന്നുവല്ലോ. ചിലവിന് തന്ന് രക്ഷിക്കുന്ന ഭർത്താവിനെ വഞ്ചിച്ച് ജാരന്മാരെ സ്വീകരിക്കുന്ന സ്ത്രീകളെപ്പോലെ നീചന്മാരാണ് നിങ്ങൾ. രാജാവിൻ്റെ സ്വരൂപത്തിൽ വിളങ്ങുന്ന ഈശ്വരനായ എന്നെ അവഗണിക്കുന്ന ഈ മൂഢന്മാർക്ക് ഇഹത്തിലും പരത്തിലും ശ്രേയസ്സുണ്ടാവില്ല. ഭർത്താവിനെ സ്നേഹിക്കാതെ പരപുരുഷനെ സ്നേഹിക്കുന്ന നീച സ്ത്രീകളെപ്പോലെ നിങ്ങൾ രാജാവായ എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന യജ്ഞപുരുഷൻ ആരാണ്? വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, വായു, യമൻ, സൂര്യൻ, പർജന്യൻ, കുബേരൻ,
ചന്ദ്രൻ, ഭൂമി, വരുണൻ എന്നിവരും നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള മറ്റു ദേവന്മാരും രാജാവിൻ്റെ ശരീരത്തിലുണ്ട്. സർവ്വദേവതാസ്വരൂപിയാണ് രാജാവ്. അതിനാൽ ബ്രാഹ്മണരെ, നിങ്ങൾ മത്സരം ഉപേക്ഷിച്ച് യജ്ഞങ്ങളെ കൊണ്ട് എന്നെ ആരാധിക്കുവിൻ. എനിക്ക് രാജഭോഗത്തെയും സമർപ്പിക്കുവിൻ. എന്നേക്കാൾ യോഗ്യനും ആരാധ്യനുമായിട്ട് മറ്റാരാണ് ഉള്ളത്? ഇങ്ങനെ വിപരീത ബുദ്ധിയോടുകൂടിയവനും പാപിയുമായ വേനൻ മഹർഷിമാർ നല്ല വാക്കുകൾ പറഞ്ഞ് അനുനയിപ്പിച്ചിട്ടും അവരുടെ അപേക്ഷയെ, പ്രജകളെ ധർമാചരണത്തിൽ നിന്നും വിലക്കരുതെന്ന യാചനയെ സ്വീകരിച്ചില്ല. എല്ലാം അറിയാമെന്ന ഗർവോടുകൂടി തന്നെ ആ വേനൻ മഹർഷിമാരെ അപമാനിച്ചു. ലോകഹിതത്തിനായി തങ്ങൾ ചെയ്ത അപേക്ഷയെ വേനൻ നിരാകരിച്ചപ്പോൾ ഋഷിമാർക്ക് കോപം വന്നു. പാപിയും പരമദുഷ്ടനുമായ ഇവനെ വേഗം കൊല്ലുവിൻ. ഇവൻ ജീവനോടെ ഇരുന്നാൽ ജനങ്ങളെ അധാർമികളാക്കി തീർത്ത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. യജ്ഞപതിയായ ഭഗവാനെ ലജ്ജയില്ലാതെ നിന്ദിക്കുന്ന ഇവൻ രാജസിംഹാസനത്തിൽ ഇരിക്കാൻ അർഹനല്ല. ഇത്രയും ഐശ്വര്യം സിദ്ധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. എന്നിട്ടും നന്ദിയില്ലാത്ത ഇവൻ ഒഴികെ ആരാണ് ഭഗവാനെ നിന്ദിക്കുക? ഇങ്ങനെ പറഞ്ഞ് കോപിഷ്ഠരായ ഋഷികൾ ഒരു ഹുങ്കാരനാദം മുഴക്കി. ആ ഭഗവാനെ നിന്ദിച്ച പാപം കൊണ്ട് ഹതനായ വേനൻ ഈ ഹുങ്കാരം കേട്ടതോടെ വീണ് മരിച്ചു. ഋഷികൾ അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. അമ്മയായ സുനീത വേനൻ്റെ ശരീരം കേടുവരാതെ മന്ത്രസിദ്ധി കൊണ്ട് സൂക്ഷിച്ച് അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഭൃഗു മുതലായിട്ടുള്ള മുനിമാർ സരസ്വതി നദിയിൽ സ്നാനം കഴിഞ്ഞ് അഗ്നിയിൽ ഹോമം ചെയ്ത ശേഷം ഭഗവത് കഥകൾ കീർത്തിക്കുകയായിരുന്നു. ലോകത്തിന് മുഴുവൻ നാശമുണ്ടാക്കി തീർക്കുന്ന ദുർനിമിത്തങ്ങൾ പലതും കണ്ട അവർ അനാഥരായ പ്രജകൾക്ക് കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവം മനസ്സിലാക്കി 4 ഭാഗത്തും പാഞ്ഞു നടന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാരുടെ കാൽപ്പൊടികൾ കൊണ്ട് ദിക്കുകൾ ഇരുളടഞ്ഞതായി അവർ കണ്ടു. രാജാവില്ലാത്തതിനാൽ പ്രജകൾ തമ്മിൽ ധനം തട്ടിപ്പറിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ കള്ളന്മാർ നിറഞ്ഞു. തെറ്റു ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ രാജാവില്ലല്ലോ. ധർമ്മം ആചരിക്കാൻ പ്രേരിപ്പിക്കാനും അധർമ്മികളെ ശിക്ഷിക്കാനും ആരുമില്ല. ഇങ്ങനെ രാജ്യം മുഴുവൻ താറുമാറായി കിടക്കുന്നത് മുനിമാർ കണ്ടു. പ്രജകൾ അനുഭവിക്കുന്ന ദുഃഖം കണ്ടെങ്കിലും കള്ളന്മാരെ ഋഷികൾ തടഞ്ഞില്ല. അതിനവർ അധികാരികളല്ല. അത് ക്ഷത്രിയൻ്റെ അധികാരത്തിൽ പെട്ടതാണ്. എല്ലാത്തെയും സമമായി കാണുന്നവനും ശാന്തനുമായ ബ്രാഹ്മണൻ ദുഃഖിതന്മാരെ കണ്ടിട്ടും അവരുടെ ആ ദുഃഖശമനത്തിനു വേണ്ടി യാതൊന്നും പ്രവർത്തിക്കാതെ ഇരുന്നാൽ അദ്ദേഹത്തിൻ്റെ ബ്രഹ്മതേജസ് ചോർന്നു പോകും. അംഗൻ്റെ വംശം കുറ്റിയേറ്റു പോകാൻ പാടില്ല താനും. ഈ വംശത്തിലെ രാജാക്കന്മാർ ഭഗവാനെ ആശ്രയിച്ചവരും വീര്യശാലികളുമായിരുന്നു. ഇങ്ങനെ നിശ്ചയിച്ച മുനിമാർ അരമനയിൽ ചെന്ന് സുനീതയോട് വേനൻ്റെ ശവശരീരം കൊണ്ടുവരാൻ പറഞ്ഞു. മഹർഷിമാർ വേനശരീരത്തിൻ്റെ കാൽത്തുടകളെ കടഞ്ഞു. അതിൽ നിന്നും പൊക്കം കുറഞ്ഞ ഒരു വികൃത പുരുഷൻ ജനിച്ചു വന്നു. കാക്കയെപ്പോലെ കറുത്ത നിറം, നീളം കുറഞ്ഞ ശരീരം, കുറിയ കൈകാലുകൾ, പതിഞ്ഞ മൂക്ക്, ചുവന്ന കണ്ണുകൾ, ചെമ്പിച്ച തലമുടി, ഇതായിരുന്നു അവൻ്റെ സ്വരൂപം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നവൻ ദീനഭാവത്തിൽ ചോദിച്ചു. നിഷീദ ഇരിക്കൂ എന്ന് മഹർഷിമാർ അവനോട് പറഞ്ഞു. അതിനാൽ അവൻ നിഷാദനായിത്തീർന്നു. അവൻ വനത്തിലേക്ക് പോയി. അവൻ്റെ വംശക്കാരാണ് പർവ്വതങ്ങളിലും കാടുകളിലും ജീവിക്കുന്ന നിഷാദന്മാർ. വേനൻ്റെ പാപത്തിൽ നിന്നും ജനിച്ചവരാണ് അവർ. ഹരേ കൃഷ്ണ.